ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ നമ്മുടെ കോതമംഗലത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പേരാണ് പിണ്ടിമന. പിണ്ടിമന എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20,000 താഴെയുള്ള ആൾക്കാർ കഴിഞ്ഞ സെൻസസ് പ്രകാരം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പിണ്ടിമന വില്ലേജിൽ പുറത്തു വരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭൂതത്താൻകെട്ട് അണക്കെട്ടും അതിൻ്റെ പരിസരവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഊഞ്ഞാമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ ഇത്തിരി തട്ടേക്കാട് ഒക്കെ എത്തുന്നത് ഈ വഴി കൂടി ഷോർട്ട് കട്ട് വഴി പോവാം. അല്ലെങ്കിൽ നമ്മൾ മൂന്നാർക്ക് പോകുന്ന കോതമംഗലം കഴിഞ്ഞ് ഊന്നുകല്ലിൽ സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് അടുത്തോട്ട് പോയാൽ പിന്നെ തികച്ചും റബ്ബർ എസ്റ്റേറ്റുകളും ചെറിയ പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്കുള്ള റോഡാണ്. അതാണ് ഈ ഊഞ്ഞാമ്പാറ ചെല്ലുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിണ്ടിമനക്ക് പോകുന്നൊരു റോഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കനാൽ റോഡാണ്. അപ്പോൾ കനാലിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ്, അതിൻ്റെ ഒരു പച്ചപ്പും ഒരു ജീപ്പ് അല്ലെങ്കിൽ ഒരു കാറും ഒരു ബൈക്കും എതിർദിശ പോകാനുള്ളൊരു അത്ര വീതിയുള്ളൂ. റോഡിലാണെങ്കിൽ പോത്തും അതുപോലെ തന്നെ പോത്തും നമ്മുടെ അടുത്തോട്ട് വണ്ടിയുടെ കളർ ചുമപ്പായ കൊണ്ട് ഓടിയെത്തി അത് അതിൻ്റെ പാട്ട് പോയി. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഈ കനാൽ റോഡുകൾ നമുക്ക് കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്. ഇങ്ങനെ ഇത്രയും സ്ട്രെച്ചായിട്ട് കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. രണ്ട് സൈഡിലും പച്ചപ്പും പിന്നെ ചെറിയ വീടുകളും കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരും. അപ്പോൾ അതൊരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. രാവിലെ ഈ മീൻകാരുടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അവരുടെ സൗണ്ടും പിന്നെ കുട്ടികൾ ചൂണ്ടിടാൻ നിൽക്കുന്നതും ആ ഒരു പ്രത്യേകത കണ്ടപ്പോൾ തോന്നി ഇതിന് ഈ പറഞ്ഞ പച്ചപ്പൊക്കെ കുറേ കാലം കഴിയുമ്പോഴേക്കും ഇതെല്ലാം പോകാം, അല്ലെങ്കിൽ ഇതൊക്കെ മാറും. അപ്പോൾ ഒരു അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാനും കാണുവാൻ വേണ്ടിയൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നേരിയൊരു മഴയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ മഴ നമ്മുടെ ക്യാമറയിൽ വീഴുമ്പോൾ ക്യാമറ ക്ലാരിറ്റീനെ അത് കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇത് ഈ കനാലിന് ഈ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലോട്ടൊരു ചെറിയൊരു നടപ്പാതയാണ്. അതിൽ ചെറിയ സൈക്കിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അവിടെ നിന്ന് നമുക്കൊരു നല്ല വ്യൂ കിട്ടുന്നുണ്ട്. കൂടുതലും ആൾക്കാർ കൃഷിക്കാരാണ്. ഇവർ വീട്ടിൽ തന്നെ ഈ റംബുട്ടാനും അതുപോലെ പപ്പായയും കുരുമുളകും പിന്നെ കുറച്ചുകൊണ്ട് മാറി റബ്ബർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു അന്തരീക്ഷം ഭയങ്കര ഒരു നന്നായിട്ട് ഫീൽ ചെയ്ത് മനസ്സിലായി. അപ്പോൾ ഈ റോഡ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് കരയിൽ വലിയ പാലമുണ്ട്. അപ്പോൾ ആ പാലത്തോടാണ് ഈ റോഡ് ചെന്ന് കയറുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ വണ്ടികൾ കഴുകാൻ കൊണ്ടിടാറുണ്ട്, വണ്ടി ടാങ്കറുകൾ പാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഒന്ന് കവർ ചെയ്താണ്. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിനും താങ്ക് യു. ബൈ.